ഹലോ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്കോട്ട്ലൻഡിലോട്ട് ഒരു റോഡ് ട്രിപ്പാണ് ഈ കാണാൻ പോകുന്നത്. കറക്റ്റ് പറഞ്ഞാൽ നമ്മളിപ്പോൾ പോകുന്ന സ്ഥലം എഡിൻബ്ര ആണ്. ഇതിപ്പോൾ രാവിലെ ഒരു 9:30-10 മണി ആ ഒരു സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയായിരുന്നു നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഒരു 2:30-3 മണിയൊക്കെ ആകുമെന്ന്. സോ ഇതൊരു ലാസ്റ്റ് മിനിറ്റ് ട്രിപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അക്കോമഡേഷൻ ഞങ്ങൾ 2 നൈറ്റ്സ് ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 നൈറ്റ്സിന് വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം നാട്ടിലൊരു 35,000 ആയിട്ടുണ്ട്. കാരണം എപ്പോഴും നമുക്ക് എവിടെ പോയാലും പ്രശ്നം ഈ ഒരു അക്കോമഡേഷനാണ്. ഈ ഒരു രാജ്യത്തിനകത്ത് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പുറത്ത് യൂറോപ്യൻ കൺട്രീസിൽ വേറെ കൺട്രീസിൽ പോകാനായിട്ട് വളരെയധികം ഈസിയാണ്. അതാണ് ഇവിടുത്തെ മെയിൻ ഒരു പ്രശ്നം. എന്തായാലും നമുക്ക് സ്കോട്ട്ലൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥലം കണ്ടിരിക്കേണ്ട സ്ഥലം തന്നെയാണ്. സ്കോട്ട്ലൻഡ് യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഭാഗം തന്നെയാണ്, പക്ഷെ വേറൊരു കൺട്രി ആയിട്ടാണ്. അതിപ്പോൾ ഇവിടെ എങ്ങനെയാണ് യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്നത് ഇംഗ്ലണ്ട്, അയർലൻഡ്, സ്കോട്ട്ലൻഡ്, വെയിൽസ് ഇങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത്. അതിനകത്താണ് നമ്മൾ ഈ സ്കോട്ട്ലൻഡിൽ പോകുന്നത്. സ്കോട്ട്ലൻഡിൽ തന്നെ അതിൻ്റെ ഒരു ക്യാപിറ്റലാണ് ഈ പറയുന്ന എഡിൻബ്ര എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോകുന്നത് നമ്മളിപ്പം നോർത്തിലോട്ടാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു മുകളിലോട്ട് യാത്ര ചെയ്യുമ്പം നമ്മുടെ ചെവി അടയുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും കേട്ടോ. പക്ഷേ ഹെവൻലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യാത്രയാണ്. അത് നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും. ഒറ്റ നിപ്പിൽ ആ നിന്ന വെതർ കംപ്ലീറ്റ് മാറി. അപ്പോഴത്തേക്കും മഴ പെയ്യാനായിട്ട് തുടങ്ങി. നമ്മളിത് എക്സ്പെക്റ്റ് ചെയ്തായിരുന്നു. പക്ഷേങ്കിൽ എന്താ പറയുന്നത്, ഇതിവിടെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ആ വന്ന പോലെ തന്നെ മഴ തിരിച്ചു പോകുന്നു നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. അത് കുറച്ച് കഴിയുമ്പം പോവുകയും ചെയ്തു കേട്ടോ. പിന്നെ സ്കോട്ട്ലൻഡ് ഇപ്പം ഇംഗ്ലണ്ടിനെക്കാളും വ്യത്യസ്തമാണ്. പിന്നെ ഇവിടെ സ്കോട്ടിഷ് പാർലമെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ അവർ MPസിനെയൊക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് ഇലക്ട് ചെയ്യുന്നത്. പിന്നെ ഇവരുടെ ഫ്ലാഗ് ഉണ്ട്, വേറെ ആൻതം വേറെ ഉണ്ട്. സോ ഇത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് യുണൈറ്റഡ് കിങ്ഡം തന്നെയാണെന്നുണ്ടെങ്കിലും ഇവർക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള രീതിയാണ്. ഇത് തന്നെയാണ് നമ്മൾ വെയിൽസിലോട്ട് പോകുമ്പം അവിടുത്തെ ഈവൻ ലാംഗ്വേജ് വരെ വെൽഷ് എന്ന് പറയുന്ന ഒരു ഭാഷയാണ്. സോ അങ്ങനെ ഇംഗ്ലീഷാണ് ബേസിക് ഇതെന്നുണ്ടെന്നുണ്ടെങ്കിലും ഇവിടെ ഈ പറയുന്ന ഇംഗ്ലീഷൊക്കെ വളരെയധികം മാഞ്ചസ്റ്ററിൽ സംസാരിക്കുന്ന ഇംഗ്ലീഷ് അല്ല ഒരിക്കലും സ്കോട്ട്ലൻഡിൽ സംസാരിക്കുന്നത്. സ്കോട്ട്ലൻഡിൽ സംസാരിക്കുന്നതല്ല വെയിൽസിൽ സംസാരിക്കുന്നത്, അവിടെ സംസാരിക്കുന്നതല്ല ലിവർപൂളിൽ സംസാരിക്കുന്നത്. സോ നമ്മുടെ നാട്ടിൽ അവിടുന്ന് ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ പല ഭാഷകൾ, പല എന്താ പറയുന്നത് ഡയലക്ട്സ് ഒക്കെ ഇല്ലേ, അതേപോലെ തന്നെ ഇവിടെയും അങ്ങനെയുണ്ട്. സ്കോട്ടിഷ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് സംസാരിക്കുന്നത് കണ്ടുപിടിക്കാനായിട്ട് അല്ലെങ്കിൽ കേൾക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കുറച്ച് പാടാണെന്നാണ് പറയുന്നത്. ഈ സ്കോട്ട്ലൻഡിനെ നമ്മളിപ്പം ഇംഗ്ലണ്ടിൽ തന്നെയാണ് ഇപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്കോട്ട്ലൻഡ് ആയിട്ടില്ല. പക്ഷെ നമ്മൾ ദൂരോട്ട് കാണുന്നത് സ്കോട്ട്ലൻഡ് ഹൈലൻഡ്സ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മെയിൻ സ്കോട്ട്ലൻഡിനെ 3 റീജിയനായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് ഹൈലൻഡ്സ് എന്ന് പറയുന്നത് ഈ മൗണ്ടേനിയസ് റീജിയൻ ആണ്. ഇൻ ദ നോർത്ത് ആൻഡ് നോർത്ത് വെസ്റ്റിലുള്ള മൗണ്ടേനിയസ് ആയിട്ടുള്ള റീജിയൻസ് ആണ്. അതുപോലെ തന്നെ പിന്നുള്ളത് ഹൈലൻഡ്സ് ഉണ്ട്, രണ്ടാമത് ലോലാൻഡ്സ് ആണ്. അതെന്ന് പറയുന്നത് ഫ്ലാറ്റർ പ്ലെയിൻ അക്രോസ് സെൻറ്റർ ഓഫ് ദ കൺട്രി, അതിനെയാണ് ലോലൻഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിന്നുള്ളതാണ് സദേൺ അപ്ലൻഡ്സ്. ഇവിടെ ഹില്ലി റീജിയൻ ആണ്. സദേൺ ബോർഡറിലുള്ള ഹില്ലി റീജിയനെയാണ് ഈ സദേൺ അപ്ലൻഡ്സ് എന്ന് പറയുന്നത്. അങ്ങനെ 3 തരത്തിലാണ് ഈ ഒരു സ്കോട്ട്ലൻഡിനെ വേർതിരിച്ചിരിക്കുന്നത്. ചില സ്ഥലങ്ങളിലോട്ട് എത്തുമ്പോഴത്തേക്ക് നമ്മളിത് ഈ ചില പടങ്ങളൊക്കെ വരച്ച് വെച്ചിരിക്കുന്ന രീതിയിൽ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ നമുക്ക് ഭയങ്കര അൺറിയലായിട്ട് തോന്നിക്കുന്ന പല സ്ഥലങ്ങളുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത്ര ഭംഗിയായിട്ട് ഈ സ്ഥലങ്ങളൊക്കെ നിർത്തിയിരിക്കുന്നതെന്ന് അറിയില്ല. പക്ഷേങ്കിൽ ഒരു രക്ഷയില്ല. ആ ദൂരത്തോട്ട് നോക്കി കഴിയുമ്പോൾ അവിടെ നിറയെ ചെമ്മരിയാടുകൾ, അതുപോലെ നല്ല മെഡോസ്, പിന്നെ ഇതൊക്കെ ഇങ്ങനെ വരച്ച് വെച്ചിരിക്കുന്ന ഒരു ഭംഗിയാണ്.
നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാരവൻസ് കാണാം, ടെൻറ്റും കാര്യങ്ങളൊക്കെ ക്യാരി ചെയ്തിട്ട് പോകുന്നത് കാണാം. അതൊക്കെ ഇവിടെ എന്താ പറയുന്നത്, വീക്കെൻഡിലെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഈ ഏറ്റവും ഭംഗി നൽകുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരുപാട് പശുക്കൾ മെയ്യാനായിട്ട് വിട്ടേക്കുന്നതും, അതുപോലെ ഇതുപോലെ ചെമ്മരിയാടുകൾ. പിന്നെ നമ്മൾ ഈ പോകുന്ന വഴിക്ക് മാൻ ക്രോസ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് എന്നും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഏകദേശം സ്കോട്ട്ലൻഡിലോട്ട് എത്താറായി. ഇപ്പം ദൂരോട്ട് ഞാനിപ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇത് കാണുമ്പം തന്നെ അറിയാലോ എത്ര ഭംഗിയാണെന്ന്. പക്ഷേ മെയിൻ പ്രശ്നം എന്താണെന്നറിയോ, മുകളിലോട്ട് നോക്കുന്ന സമയത്ത് ആ ക്ലൗഡ്സ് കണ്ടോ, ഒരു ഭാഗത്തോട്ട് നല്ല ബ്രൈറ്റായിട്ടും ഒരു ഭാഗത്ത് ഭയങ്കരമായിട്ട് ഡാർക്കായിട്ടുമാണ് നിൽക്കുന്നത്. അത് മാത്രമേ ഉള്ളൂ ഒരു വിഷമം തോന്നിച്ചത്. ഈ ബ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ രാജ്യം കാണാൻ ഭയങ്കര ഭംഗിയാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഇതിപ്പോൾ ഒരു രാവിലെ നമ്മൾ കാണുന്ന ഒരു കോടയില്ലേ, അത് ഇവിടെ നമുക്ക് ചിലപ്പോൾ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പം ആ ഒരു പിന്നെ മേലോട്ടുള്ള ഭാഗത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഭയങ്കര ഭംഗിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ വീണ്ടും ക്ലൗഡ്സ് എല്ലാം മാറി മഴ വന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും വെയിലായി. അപ്പം ഇതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. എനിക്ക് തോന്നാറുണ്ട് നമ്മുടെ നാട്ടിൽ ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ യാത്ര ചെയ്യുന്നത്. ഈ യാത്ര ചെയ്യുന്നത് പലപ്പോഴും ഒരു തെറാപ്പിയാണ്. നമുക്ക് ഇപ്പം നമ്മുടെ മൈൻഡ് ഇട്ട് ഓക്കെ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു യാത്ര പോയി കഴിഞ്ഞാൽ അതിനൊരു വലിയൊരു ഡിഫറൻസ് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഇവിടെ യാത്ര ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ ഈ വെയിലില്ലാത്ത സമയത്താണ് യാത്ര ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സമാധാനം കിട്ടില്ല കേട്ടോ, കൂടുതൽ നമ്മൾ സ്ട്രെസ്ഡ് ആവത്തേ ഉള്ളൂ. പക്ഷേ എപ്പോഴും ഇങ്ങനെയുള്ള ഒരു സമയമാണെന്നുണ്ടെങ്കിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വിഷമം ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു തെറാപ്പി പോലെയാണ് ശരിക്കും യാത്ര എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളിപ്പം യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. അപ്പം ഇവിടെ ഇടയ്ക്ക് സർവീസസ് ഉണ്ട്. സർവീസസിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് വേണേൽ പെട്രോൾ അടിക്കാം. അവിടെ ചിലപ്പം ഫുഡും കാര്യങ്ങളും എല്ലാം ഇതാക്കുന്ന വലിയ വലിയ സർവീസുകൾ കാണും. അങ്ങനെ ഞങ്ങൾ എന്തായാലും ഇത്രയും ഭംഗിയുള്ള സ്ഥലമല്ലേ, ഇവിടുത്തെ സർവീസും എന്തായാലും നല്ലതായിരിക്കും എന്ന് നമുക്കറിയാമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ കയറിയിരിക്കുകയാണ്. അപ്പം ഇവിടെ നിന്നിട്ട് ഈ കാറുകൾ അല്ലാതെ ബാക്കി അങ്ങോട്ട് പുറകിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം ഭംഗിയാണെന്ന്. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാമെന്ന്. അപ്പം ഇത് എന്ന് പറയുന്നത് ലേക്ക് ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഒരു സ്ഥലമാണ് കേട്ടോ. ഇത് അടുത്തൊരു മെയിൻ സ്ഥലമാണ്. ഇവിടെ പീക്ക് ഡിസ്ട്രിക്റ്റ് ഉണ്ട്, ലേക്ക് ഡിസ്ട്രിക്റ്റ് ഉണ്ട്. അപ്പം ഇതെല്ലാം ഈ സ്ഥലങ്ങളുടെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് പച്ചപ്പാണ്. ഇവിടെ മൊത്തം പച്ചപ്പാണ്. എന്നാലും ഇവിടെ ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു കാര്യം പോലും നമുക്ക് കാണാൻ പറ്റില്ല. അത്രയും ഭംഗിയാണ്, പ്രകൃതി രമണീയമായ സ്ഥലം. അങ്ങനെ ഞങ്ങൾ ഇവിടെ കുറച്ച് നേരം നിർത്തി ഇവിടെ ഒന്ന് നിന്ന് ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോകാമെന്നാണ് നമ്മുടെ പ്ലാൻ.
മനുഷ്യർ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു വീക്കെൻഡ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് പട്ടിക്കുട്ടികളും കൂടെയാണ്. നല്ല രസമാണ്. ഇവിടെ എവിടെ പോയാലും നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ആ, പിന്നെ കുട്ടി പട്ടിക്കുട്ടികളെ ആണെങ്കിലും പൂച്ചകളെ അങ്ങനെ കണ്ടിട്ടില്ല. ആ, ഭയങ്കര രസമാണ് അവരെ കാണാനായിട്ട്. പിന്നീട് കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല രീതിയിൽ ബ്രൈറ്റ് ആയിട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ദേ സ്കോട്ട്ലൻഡ് എത്താറായിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലോ നമുക്കിങ്ങനെ കുറേ കൃഷിയൊക്കെ ചെയ്തിരിക്കുന്ന സ്ഥലങ്ങൾ കാണാനായിട്ട് പറ്റും. പലതരത്തിലുള്ള കാര്യങ്ങളാണ് കേട്ടോ. ചില സമയത്ത് ചില സ്ഥലങ്ങളിലോട്ട് പോകുമ്പം പാലക്കാട് പോയതുപോലൊക്കെ തോന്നും. എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാർക്കും UK എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് മനസ്സിലോട്ട് വരുന്നത് കുറേ എന്താ പറയുന്നത്, വലിയ സ്കൈ സ്ക്രൈപ്പേഴ്സും അല്ലെങ്കിൽ സിറ്റി കാര്യങ്ങളൊക്കെ ആയിരിക്കും. കൂടുതലും ലണ്ടൻ ആയിരിക്കും എല്ലാവരുടെയും മനസ്സിൽ വരുന്നത്. പക്ഷേങ്കിൽ എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഏറ്റവും ഭംഗിയുള്ള കാര്യം എന്ന് പറയുന്നത് ഇതേപോലുള്ള കൺട്രി സൈഡാണ്. അതും ഏറ്റവും വലിയ സിറ്റികളിൽ നിന്ന് അധികം ദൂരമൊന്നും നമുക്ക് പോകണ്ട ഈ ഒരു കൺട്രി സൈഡിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് ആ ഗ്രീൻ എന്ന് പറയുന്നത് ഗ്രീൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ മരങ്ങൾ ആ പച്ചപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അത് പറയാതിരിക്കാൻ പറ്റില്ല. അത്ര അടിപൊളിയായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ ഈ പോകുന്ന വഴിക്ക് ഒരുപാട് വില്ലേജസ്, അതുപോലെ തന്നെ അവരുടെ ഫാം ഹൗസുകൾ, ഇതൊക്കെ ഒരുപാട് ദൂരത്ത്. ഒരെണ്ണം ഇവിടെ ആണെങ്കിൽ അടുത്തത് വളരെയധികം ദൂരത്തായിരിക്കും. പിന്നെ അതുപോലെ ഞാൻ കണ്ട ഒരു കാര്യമാണ് കേട്ടോ, ഈ ഒരു സംഭവം, ഇങ്ങനത്തെ ഈ മരങ്ങളുടെ പേര് ഈ ക്രിസ്മസ് ട്രീസ് പോലെ ഇങ്ങനെ ഇരിക്കും. ഇതിൻ്റെ കൃഷിയും ഉണ്ട്. എനിക്ക് തോന്നുന്നു അത് ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നതാണ് കേട്ടോ. എനിക്കത് കറക്റ്റ് എന്താണെന്ന് അറിയില്ല അതിൻ്റെ പിന്നിലുള്ള കാര്യം. പക്ഷേങ്കിൽ നമുക്ക് ഒത്തിരി ഇതിനെ പ്ലാൻ ചെയ്തിരിക്കുന്നത് കാണാനായിട്ടും പറ്റും. ഇപ്പം കണ്ടോ, പെട്ടെന്ന് വീണ്ടും വീണ്ടും വെതർ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഒരു 3-4 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ദേ ഇപ്പം ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇനിയും നമുക്ക് പോകാനുണ്ട്. കാരണം നമ്മൾ നിൽക്കുന്ന ഹോട്ടലിലോട്ടാണ് പോകുന്നത്. അത് എഡിൻബറയിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്. നമുക്കൊരു ഹാഫ് ആൻ അവർ പിന്നെയും ഡ്രൈവ് ചെയ്യാനുണ്ട് എഡിൻബറയിലോട്ട്. പക്ഷെ ഞങ്ങൾ ഹോട്ടൽ എടുത്തിരിക്കുന്നത് ഇവിടെയാണ്. ഇവിടെ ഉണ്ടല്ലോ പാരലലായിട്ട് 3 ബ്രിഡ്ജസ് ഉണ്ട്. അത് കാണാനും ഭയങ്കര രസമാണ്.
പറഞ്ഞില്ലേ, ഇതുപോലെ കുറേ കൃഷിയിടങ്ങളും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. നല്ല രസമാണ്. എന്താണ് കൃഷി ചെയ്യുന്നതെന്ന് അറിയില്ല കേട്ടോ. രണ്ട് ദിവസം നമ്മൾ താമസിക്കാൻ പോകുന്നത് ആ ഒരു ബ്രിഡ്ജ് കണ്ടോ, ആ ഒരു വലിയൊരു ബ്രിഡ്ജ്, ആ ബ്രിഡ്ജിൻ്റെ സൈഡിലുള്ള ഒരു ഹോട്ടലിലാണ്. അപ്പം നമ്മൾ നേരെ അങ്ങോട്ടാണ് ആദ്യം പോകുന്നത്. അങ്ങനെ നമ്മൾ ഈ ഒരു ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. ഈ ഒരു ബ്രിഡ്ജ് ചില്ലറക്കാരനല്ല കേട്ടോ. ക്യൂൻസ് ഫെറി ക്രോസിംഗ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രിഡ്ജാണ്. അപ്പോൾ ഈ ബ്രിഡ്ജിനെ പറ്റി കൂടുതലായിട്ട് അടുത്ത വ്ളോഗിൽ പറയാം. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു. നേരെ റൂമിൽ പോയി. നല്ല ടയർഡായിരുന്നു, കാരണം അത്രയും നേരം ട്രാവൽ ചെയ്തില്ല. ഞങ്ങൾ എത്തിക്കഴിഞ്ഞിട്ട് ഇനി അടുത്ത ടാസ്ക് ഫുഡ് കഴിക്കുക. അത് കഴിഞ്ഞിട്ട് നേരെ വൈകിട്ട് എഡിൻബ്ര പോവുക എന്നുള്ളതാണ്. അപ്പോൾ അതെല്ലാം ആയിട്ട് അടുത്തൊരു വ്ളോഗിൽ വരാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.